നിങ്ങൾക്ക് കാണാം എൻ്റെ ഫോണിൽ കോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കോൾ ചെയ്യുന്ന വ്യക്തിയുടെ ഫോട്ടോ ഫുൾ സ്ക്രീനിൽ കാണിക്കുന്നുമുണ്ട്. നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാം, കട്ട് ചെയ്യാം, സാധാരണ കോൾ വരുന്നത് പോലെ തന്നെയാണ്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളെ വിളിക്കുന്നവരുടെ ഫോട്ടോ സ്ക്രീനിൽ ഫുൾ സൈസിൽ കാണിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം. ഭൂരിഭാഗം ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിലും ഗൂഗിളിൻ്റെ ഡയലർ ആപ്ലിക്കേഷൻ ഉണ്ടാകും. ഞാൻ ഈ പറയുന്ന ഓപ്ഷൻ ഗൂഗിൾ ഡയലറിൽ മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. എൻ്റെ ഫോണിൽ മറ്റൊരു ഡയലർ ആപ്ലിക്കേഷൻ കൂടി നിങ്ങൾക്ക് കാണാം. ഇത് കമ്പനി തരുന്ന ഡയലർ ആപ്ലിക്കേഷനാണ്. റെഡ്മി, സാംസങ്ങിലൊക്കെ കമ്പനിയുടെ ഡയലർ ആപ്ലിക്കേഷൻ ആയിരിക്കും. മറ്റുള്ള ഫോണിലൊക്കെ ഗൂഗിളിൻ്റെ ഡയലർ ആപ്ലിക്കേഷൻ തന്നെ ഉണ്ടാവുക. അപ്പോൾ വിളിക്കുന്നവരുടെ ഫോട്ടോ ഫുൾ സ്ക്രീനിൽ കാണിക്കണമെങ്കിൽ ഗൂഗിളിൻ്റെ ഡയലർ ആപ്ലിക്കേഷൻ തന്നെ വേണ്ടി വരും. അപ്പോൾ അതില്ലാത്തവർ പ്ലേ സ്റ്റോറിൽ ഗൂഗിൾ ഡയലർ എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഗൂഗിളിൻ്റെ ഡയലർ ആപ്ലിക്കേഷൻ ലഭിക്കുന്നതാണ്. ഫോൺ എന്നായിരിക്കും ഗൂഗിൾ ഡയലർ ആപ്ലിക്കേഷൻ്റെ പേര്. അത് ജസ്റ്റ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് ഫോണിൽ സെറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഇതിനകത്തുണ്ട്. ഈ ഫുൾ സ്ക്രീനിൽ മാത്രമല്ല, ഒരുപാട് സെക്യൂരിറ്റി ഓപ്ഷൻ ഉണ്ട്. നിങ്ങളുടെ സാധാരണ ഡയലർ ആപ്ലിക്കേഷനേക്കാളും മികച്ചതാണിത്. ഇത് സെറ്റ് ചെയ്തെടുക്കാനായിട്ടുള്ള 2 മാർഗ്ഗങ്ങൾ പറഞ്ഞു തരാം. അതിനായിട്ട് ആദ്യം നിങ്ങളുടെ ഗൂഗിൾ ഡയലർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് വിളിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഫുൾ സ്ക്രീനിൽ ഫോട്ടോ കാണിക്കേണ്ടത്. അവരുടെ പേര് സെർച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് അവരുടെ കോൺടാക്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അകത്തായിട്ട് എഡിറ്റ് ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. ഒരു പെൻസിലിൻ്റെ പോലെയുള്ള ഐക്കൺ. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ വലതുഭാഗത്തായി ഫുൾ സ്ക്രീനിൽ ഫോട്ടോ വെക്കേണ്ട ഓപ്ഷൻ കിട്ടും. പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒരു ഫോട്ടോ അവിടെ സെറ്റ് ചെയ്തെടുത്തിട്ട് സേവ് ചെയ്താൽ മതി. ഇനി ഇങ്ങനെ സെറ്റ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ഇവിടെ കോൺടാക്റ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ ഇടതുഭാഗത്ത് 3 ലൈൻസ് കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സെറ്റിംഗ്സ് കാണാം. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് ലഭിക്കുന്ന ഓപ്ഷൻ ഒന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് കോളിംഗ് കാർഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതൊന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ക്രിയേറ്റ് എന്ന് പറയുന്ന ഇതുപോലെയുള്ള 2 ഓപ്ഷൻ ലഭിക്കും. ഇതിൽ രണ്ടാമത്തേതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കോൺടാക്റ്റിലുള്ളവരുടെ ഫുൾ സ്ക്രീൻ ഫോട്ടോ സെറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ. ആദ്യത്തേത് നമ്മുടേതാണ്. അപ്പോൾ നിങ്ങൾ ഈ രണ്ടാമത്തെ ഓപ്ഷനിലെ ക്രിയേറ്റ് എന്ന് പറയുന്ന ബട്ടണിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കോൺടാക്റ്റ് ലിസ്റ്റ് മുഴുവനായിട്ട് ഇതുപോലെ കാണിക്കും. ഇതിൽ നിന്ന് ആരുടെ ഫോട്ടോ ആണ് നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ടത്, അവരുടെ പേര് കണ്ടെത്തി അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഫോട്ടോ ആഡ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ കിട്ടും. ഇവിടെ ഗാലറി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഗാലറിയിൽ നിന്ന് ഏത് ഫോട്ടോ ആണ് നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ടത് അത് ജസ്റ്റ് നിങ്ങൾ ഇതുപോലെ ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ അത് ഫുൾ സ്ക്രീനിൽ എങ്ങനെയാണ് കാണിക്കുന്നത് എന്നൊരു പ്രിവ്യൂ നമുക്ക് കാണിച്ചു തരും. താഴെ നിങ്ങൾക്ക് ടെക്സ്റ്റിൻ്റെ സൈസ് മാറ്റേണ്ട ഓപ്ഷൻ ഉണ്ട്. അതായത് ടെക്സ്റ്റിൻ്റെ ഡിസൈനൊക്കെ നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും. അത് ഏത് സ്റ്റൈലിലാണ് വേണ്ടത് അത് സെലക്ട് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ടെക്സ്റ്റിൻ്റെ കളർ ചേഞ്ച് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മുടെ പശ്ചാത്തലം ഇപ്പോൾ വെള്ളമൊക്കെ ആണെങ്കിൽ എഴുത്ത് കാണിക്കില്ലല്ലോ പേര്. അപ്പോൾ നമുക്ക് നിറം മാറ്റാനുള്ള ഓപ്ഷനാണിത്. ഇതിൽ ഒരുപാട് കളറുണ്ട്. അതിലേതാണ് വേണ്ടത് നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ശേഷം മുകളിലെ ഡൺ ബട്ടൺ കൊടുക്കുന്നതോടുകൂടി ഇത് നമ്മുടെ ഫോണിൽ സെറ്റ് ആകുന്നതാണ്. ഇതുപോലെ എത്ര പേരെ വേണമെങ്കിലും കോളിംഗ് കാർഡിനകത്ത് നിങ്ങൾക്ക് കൊണ്ടിടാൻ സാധിക്കുന്നതാണ്. അങ്ങനെ കോളിംഗ് കാർഡിലേക്ക് കൊണ്ടിട്ടവർ പിന്നീട് നമ്മളെ വിളിക്കുമ്പോൾ എങ്ങനെയാണ് സ്ക്രീനിൽ കാണിക്കുന്നത് എന്ന് കൂടി കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഫുൾ സ്ക്രീനിൽ തന്നെ അയാൾ വിളിക്കുമ്പോൾ ഇതുപോലെ കാണിക്കുന്നതാണ്. നമുക്ക് സാധാരണ പോലെ തന്നെ കോൾ അറ്റൻഡ് ചെയ്യേണ്ട ബട്ടനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ജസ്റ്റ് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും. ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.